സംഗീത ലോകത്ത് മാപ്പിളപ്പാട്ടിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്, അതിൻ്റെതായ ചരിത്രമുണ്ട്. ഇശലിന്റെ ഈണങ്ങളുമായി ഇനി അല്പസമയം ഞങ്ങൾക്കൊപ്പം ഇത് കൈരളി TV നിങ്ങൾക്കായി ഒരുക്കുന്ന വളരെ സ്നേഹത്തോടെയുള്ള ഇശലിന്റെ രാവ്. സ്വാഗതം എല്ലാവർക്കും ഇംപെക്സ് പട്ടുറുമാലിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക്. പട്ടുറുമാലിന്റെ ഈ ഒരു യാത്ര ആരംഭിച്ചിട്ട്, അതായത് പുതിയ സീസൺ ആരംഭിച്ചിട്ട് ഏതാനും ചില എപ്പിസോഡുകളെ ആയിട്ടുള്ളൂ. പക്ഷേ ഇതിനോടകം തന്നെ അത്രത്തോളം ആളുകൾ, പ്രേക്ഷകർ ഈ പുതിയ സീസണെ നെഞ്ചോട് ചേർത്തു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട്. അപ്പം അതുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ ഈ വേദിയിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. സ്വാഗതം ചെയ്യാൻ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലെ മത്സരങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപായി ഏറ്റവും പ്രിയപ്പെട്ട വിധികർത്താക്കളെ ലെറ്റ് മീ ഇൻവൈറ്റ് ദ വൺ ആൻഡ് ഓൺലി അൻവർ സാദത്ത്. മലയാളികളുടെ ജനപ്രിയ ഗായിക നമ്മുടെ സ്വന്തം സജ്ല സലീം. പുതിയ റൗണ്ടുകളിൽ മത്സരിക്കാനെത്തുന്ന മത്സരാർത്ഥികളെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കണം. അതിന് മുൻപായി അവർക്ക് എന്നും ഒരു സ്ട്രോങ് ആയിട്ട്, ഒരു പില്ലേഴ്സ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ഓർക്കസ്ട്ര ടീം മെമ്പേഴ്സിനെ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ എപ്പിസോഡിലേക്ക്. ഇംപെക്സ് പട്ടുറുമാലിന്റെ ഇന്നത്തെ മത്സരങ്ങൾ നമ്മൾ ആരംഭിക്കുകയാണ്. ഇനിഷ്യൽ റൗണ്ടുമായി നമുക്ക് സ്വാഗതം ചെയ്യാം ഏറ്റവും സ്നേഹത്തോടെ അസ്ന നിസാം. അസ്ന, നമുക്ക് സ്വന്തമായിട്ട് ചൂസ് ചെയ്ത് പാടാൻ പറ്റിയൊരു റൗണ്ടാണ് ഇനിഷ്യൽ റൗണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ പാട്ട് ഏതാ? അത് കൽബിന്റെ നൊമ്പരങ്ങൾ എന്നുള്ള പാട്ട്. കൽബിന്റെ നൊമ്പരങ്ങൾ പാട്ടിൽ മാത്രമല്ലേ ഉള്ളൂ നൊമ്പരങ്ങൾ? ശരി, അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് തന്നെ കേൾക്കാം. അസ്ന, അങ്ങനെ ഒരു റൗണ്ട് കൂടി നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. കമന്റ്സ് ചോദിക്കാം, എന്തൊക്കെയാണ് ജഡ്ജസിന്റെ അഭിപ്രായം ചോദിക്കാം. അൻവർക്ക, നല്ലൊരു സെലക്ഷൻ, സോങ് സെലക്ഷൻ, എന്തെങ്കിലുമൊക്കെ നമുക്ക് പാടി ഷൈൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ട്യൂണാണ്. അബൂട്ടി മാഷിൻ്റെ സംഗീതമാണ്, ചിത്രചേച്ചി പാടിയതും കൂടെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷനും അതിൻ്റെ ഒരു പരിപൂർണതയൊക്കെ ഉണ്ട് പാട്ടിന്. അപ്പോൾ അതിൽ കുറച്ച് കുറവുകൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ബ്രീത്തിങ് പ്രശ്നങ്ങൾ നിലനിൽപ്പുണ്ട്. നമുക്കത് പാടില്ല. അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്ത് നന്നാക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഹൈ വരുന്ന ചില ഭാഗങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് പാടുകയും ചെയ്തു. അങ്ങോട്ട് ഒരു പൊടിക്ക് അങ്ങോട്ടോ ഒരു പൊടിക്ക് ഇങ്ങോട്ടോ പോയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അസ്ന. അതുപോരാ, നമുക്ക് കുറച്ചുകൂടെ ഒക്കെ മുന്നോട്ട് വരണം. ഗുഡ്. പ്രതീക്ഷ, ഹോപ്പ്, അത് എപ്പോഴും വേണം. ഓക്കെ മക്കളെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ ഒരു കോൺഫിഡൻസ് ഉണ്ട് അല്ലേ, നെക്സ്റ്റ് ടൈം നമ്മൾ ഇതിലും ബെറ്റർ ആക്കുന്നുള്ളത്. സജ്ല, അസ്നമോളെ ഭയങ്കര എന്താ പറയാ, ചിരിയിൽ തന്നെ നമ്മളങ്ങ് മയങ്ങിപ്പോവും. അങ്ങനെയാണ് സംസാര രീതിയൊക്കെ ഇങ്ങനെ ഒരു അതെ എന്താ പറയുക, ഭയങ്കര പോസിറ്റീവായിട്ട് റിപ്ലൈ തരുന്നത്. ചെയ്യും എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മോളത് ചെയ്യും. കാരണം ഭയങ്കര ആ ഒരു മനസ്സിലൊരു ആത്മാർത്ഥത ഉണ്ട് ചെയ്യണം എന്നുള്ളത്. മോളുടെ പാട്ടിലാണെങ്കിലും മോൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു മോളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഹെൽത്ത് ഇഷ്യൂസ് ആണോ ബ്രീത്തിങ്ങിൻ്റെന്ന് അറിയില്ല. മോളത് നെക്സ്റ്റ് ടൈം എന്തെങ്കിലും അങ്ങനത്തെ ഇഷ്യൂസ് ആണെങ്കിൽ അത് ഒന്ന് വേഗം മാറ്റാൻ നോക്കുക. പിന്നെ മോളുടെ വോയിസിൻ്റെ ഒരു കൾച്ചർ അനുസരിച്ച് ഹൈ റേഞ്ചിൽ പോകുന്ന പോർഷൻസ് നല്ല ഭംഗിയായിട്ട് പാടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഫസ്റ്റത്തെ 2 ലൈൻസിൻ്റെ റെപ്പിറ്റേഷനിൽ മോള് കൊടുത്ത ആ ഒരു ഇംപ്രൊവൈസ് ചെയ്ത് പാടിയതൊക്കെ നല്ല മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ആ ഒരു ബ്രീത്തിങ് പ്രോബ്ലം, പിന്നെ ആ ബേസിൽ വരുമ്പോഴുള്ള മോളുടെ വോയിസ് കൾച്ചറിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല, ഒരു ചെറിയൊരു ബാലൻസിങ് പ്രോബ്ലം മാത്രമേ ഉള്ളൂ. അതൊന്ന് മോളൊന്ന് നെക്സ്റ്റ് ടൈം നന്നായിട്ട് പാടാൻ ശ്രമിക്കാം. താങ്ക് യു സജ്ല, താങ്ക് യു ജഡ്ജസ്. വലിയ കുഴപ്പമില്ലാത്ത കമന്റ്സ് ഒക്കെ കിട്ടി അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് മാർക്സ് ചോദിക്കാം. ഔട്ട് ഓഫ് 80 ആണ്. സോ 40ലാണ് അൻവർക്ക് മാർക്ക് ഇടേണ്ടത്. അപ്പോൾ എത്ര മാർക്സ് കൊടുക്കാം ഔട്ട് ഓഫ് 40? 40ൽ 35. താങ്ക് യു സോ മച്ച് അൻവർക്ക്. 35 മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. സജ്ല 40ൽ 36. താങ്ക് യു സജ്ല, താങ്ക് യു സോ മച്ച്. അപ്പൊ ടോട്ടൽ സ്കോർ വന്നിരിക്കുന്നത് ഔട്ട് ഓഫ് 80 71 മാർക്കാണ്.
കുഴപ്പമില്ല അല്ലേ? ഇനി നമുക്ക് 20 മാർക്ക് കൂടി ഉണ്ട്. ആ 20 മാർക്ക് നൽകേണ്ടത് പ്രേക്ഷകരായി നിങ്ങൾ ഓരോരുത്തരുമാണ്. അസ്ന പാടിയ ഒരു പാട്ട് ഇത്രത്തോളം ഭംഗിയായ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ചിത്ര ചേച്ചിയുടെ ശബ്ദത്തിൽ നമ്മൾ കേട്ട് പരിചിതമായിട്ടുള്ള ഒരു പാട്ട് അസ്നക്കുട്ടിയുടെ ശബ്ദത്തിൽ കേട്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ മാർക്സ് നൽകുക. പ്രേക്ഷകർക്ക് നൽകാവുന്ന പരമാവധി മാർക്ക് 20. മത്സരാർത്ഥിയുടെ പേരിനൊപ്പം മാർക്കും രേഖപ്പെടുത്തി നാളെ വൈകിട്ട് 7 മണിക്ക് മുൻപ് താഴെ പറയുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത റൗണ്ടിൽ കാണാം അല്ലേ? കാണാം. ഓൾ ദി ബെസ്റ്റ്. Thank you. നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ. വെൽക്കം ബാക്ക് ടു ഇംപാക്ട്സ് പട്ടുറുമാൽ. ഇംപാക്ട്സ് പട്ടുറുമാലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് പ്രതിഭ റൗണ്ടാണ്. ഇന്നത്തെ ആ റൗണ്ടിലേക്ക് പ്രതിഭ റൗണ്ടിലേക്ക് നമുക്ക് ക്ഷണിക്കാനുള്ളത് മുഹമ്മദ് ഷഹീറിനെയാണ്. സ്വാഗതം. ഷഹീറെ, ഇത്തവണ നമ്മൾ പ്രതിഭ റൗണ്ടിലാണ് വന്നിരിക്കുന്നത്. ഏത് പ്രതിഭയുടെ പാട്ടാണ്? ഞാൻ SPB സാർ. 10,000-കണക്കിന് പാട്ടുകൾ നമുക്ക് വേണ്ടി പാടി തന്ന മഹാനായ ഗായകന് ഒരു പ്രണാമം അർപ്പിച്ചുകൊണ്ട് പട്ടുറുമാലിന്റെ ഈ ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു പാട്ട് കേൾക്കാം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? നന്നായിട്ട് പാടും. ഗുഡ് ലക്ക്. ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ചോരും മിഴിയുമായി കൈകൾ നീട്ടുന്നു, ചോടുപിടച്ചൊരു പാപി ഞാനിന്ന്. ചോരും മിഴിയുമായി കൈകൾ നീട്ടുന്നു, ചോടുപിടച്ചൊരു പാപി ഞാനിന്ന്. കൽബകം തേങ്ങുന്നു തൗബയാലേ, കൽബകം തേങ്ങുന്നു തൗബയാലേ. കൈപിടിക്കെന്നെ നീ തമ്പുരാനെ, കൈപിടിക്കെന്നെ നീ തമ്പുരാനെ. ചോരും മിഴിയുമായി കൈകൾ നീട്ടുന്നു, ചോടുപിടച്ചൊരു പാപി ഞാനിന്ന്. ചോരും മിഴിയുമായി കൈകൾ നീട്ടുന്നു, ചോടുപിടച്ചൊരു പാപി ഞാനിന്ന്. ഹക്കും ബാത്തിലെന്തെന്നറിഞ്ഞില്ല ഞാൻ, നിസ്കാരപ്പായയിൽ നിന്നകന്നു പോയോ. ഹക്കും ബാത്തിലെന്തെന്നറിഞ്ഞില്ല ഞാൻ, നിസ്കാരപ്പായയിൽ നിന്നകന്നു പോയോ. നോമ്പിലും സക്കാത്തിലും മുറകൾ തേറ്റി, നോമ്പിലും സക്കാത്തിലും മുറകൾ തേറ്റി. നോവും നിനവാൽ ഞാൻ ക്ഷമാപണത്തിൽ,
നോവും നിനവാൽ ഞാൻ ക്ഷമാപണത്തിൽ ചോരും മിഴിയുമായി കൈകൾ നീട്ടുന്നു ചോടു പിഴച്ചൊരു പാപി ഞാനിന്ന് ചോരും മിഴിയുമായി കൈകൾ നീട്ടുന്നു ചോടു പിഴച്ചൊരു പാപി ഞാനിന്ന് മൗത്തെന്ന സത്യം ഞാൻ മറന്നുപോയി മൗഢ്യം മനസ്സുള്ളിൽ ഉറഞ്ഞുപോയി മൗത്തെന്ന സത്യം ഞാൻ മറന്നുപോയി മൗഢ്യം മനസ്സുള്ളിൽ ഉറഞ്ഞുപോയി ഖബറും മഹശറ കടങ്കഥയായി ഖബറും മഹശറ കടങ്കഥയായി കഥന കടലുള്ളിൽ ഇറമ്പുകയായി കഥന കടലുള്ളിൽ ഇറമ്പുകയായി ചോരും മിഴിയുമായി കൈകൾ നീട്ടുന്നു ചോടു പിഴച്ചൊരു പാപി ഞാനിന്ന് ചോരും മിഴിയുമായി കൈകൾ നീട്ടുന്നു ചോടു പിഴച്ചൊരു പാപി ഞാനിന്ന് മുത്ത് മുഹമ്മദിനുമ്മത്ത് ഞാനോ മുക്കാലും മുഖം തിരിഞ്ഞാണു ദീനും മുത്ത് മുഹമ്മദിനുമ്മത്ത് ഞാനോ മുക്കാലും മുഖം തിരിഞ്ഞാണു ദീനും ഖുർആനും സുന്നത്തും വിട്ടു നടന്നു ഖുർആനും സുന്നത്തും വിട്ടു നടന്നു കൂരിരുൾ കയത്തിൽ ഞാൻ കേഴും നീ മുന്നിൽ കൂരിരുൾ കയത്തിൽ ഞാൻ കേഴും നീ മുന്നിൽ ചോരും മിഴിയുമായി കൈകൾ നീട്ടുന്നു ചോടു പിഴച്ചൊരു പാപി ഞാനിന്ന് ചോരും മിഴിയുമായി കൈകൾ നീട്ടുന്നു ചോടു പിഴച്ചൊരു പാപി ഞാനിന്ന് കൽവകം തേങ്ങുന്നു തൗബയാലേ കൽവകം തേങ്ങുന്നു തൗബയാലേ കൈപിടിക്കെന്നെ നീ തമ്പുരാനേ കൈപിടിക്കെന്നെ നീ തമ്പുരാനേ ചോരും മിഴിയുമായി കൈകൾ നീട്ടുന്നു ചോടു പിഴച്ചൊരു പാപി ഞാനിന്ന് ചോരും മിഴിയുമായി കൈകൾ നീട്ടുന്നു ചോടു പിഴച്ചൊരു പാപി ഞാനിന്ന്
ഷഹീറെ, നമ്മളൊരു പാട്ട് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് റിയാലിറ്റി ഷോയിലാണെങ്കിലും വേദികളിലാണെങ്കിലും പാട്ടിനും സംഗീതത്തിനും ഇടയിൽ അതിനൊരു ആത്മാവുണ്ട് അല്ലേ? അതിനൊരു ആറ്റിറ്റ്യൂഡ് വേണം. അതിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു ലെജൻഡാണ് സാക്ഷാൽ SPB സാറ്. ഇതുപോലൊരു പാട്ടിന്റെ സെലക്ഷൻ അദ്ദേഹത്തിന് ഒരു പ്രതിഭാ റൗണ്ടിൽ കൊണ്ടുവന്നതിന് ആദ്യം ഞങ്ങളാണ് ഷഹീറിന് ഒരു വലിയ താങ്ക്സ് പറയേണ്ടത് അല്ലേ? അപ്പൊ നമുക്ക് ചോദിച്ചറിയാം എങ്ങനെയാണ് ഈ പാട്ട് എങ്ങനെ പാടി അല്ലേ? ചെറിയ ഒരു പാട്ടല്ല, അത്യാവശ്യം നീളമുള്ള ഒരു പാട്ടാണ്. അപ്പൊ ജഡ്ജസിന്റെ കമന്റ്സിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. അൻവർക്ക, ഷഹീർ ആള് മാറി. കഴിഞ്ഞ പാട്ടിന് കണ്ട ഷഹീർ അല്ല, അതെ, ഇത് വേറെ അന്യൻ. കണ്ണ് തട്ടണ്ടായിരിച്ചിട്ട് അങ്ങനെയൊന്നും പറയരുത്. വിനയം, വിനയം. ആദ്യമൊക്കെ പാടി ശരിയാവാത്തതാണ്. അല്ല, അധികം റെഡിയാക്കിയാൽ താമസിക്കില്ല, അത് താമസിക്കില്ല. അത് ഷഹീറെ പറയട്ടെ, ഇത് ചില പാട്ടിന്റെ സെലക്ഷൻസ് നമ്മുടെ തെരഞ്ഞെടുപ്പ് നമ്മളെ ഒരുപാട് നല്ല വഴിക്ക്, നല്ല ദൂരം, നല്ല സിംഗിങ്ങിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അത്തരത്തിൽ നീ തിരഞ്ഞെടുത്ത ഈ പാട്ട് ഉഗ്രനായിരുന്നു. നമുക്ക് ഒരുപാട് ചില സംഗതികളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കാം. ചോരും മിഴിയുമായി പാപി ഞാനിന്ന്, അതിൻ്റെ അവിടെ പാപി ഞാനിന്ന്, അങ്ങനെ സംഗതി പാടിയില്ലേ പല്ലവിയുടെ ലാൻഡിങ്. ഞാൻ അത് കേട്ടത് മുതൽ ഞാൻ കുറച്ചുകൂടെ അലർട്ടായി. ഇവന്റെ ഭാഗത്ത് നിന്ന് ഇനി അങ്ങോട്ട് കുറേ ദൂരം ഉണ്ട് പാട്ട്, കുറച്ച് വലിയ പാട്ടാണല്ലോ. ഇനി ഇവൻ എന്തൊക്കെ വാരി വിതറുമോ എന്തോ എന്ന് നോക്കിയിരിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ പുട്ടിൻ്റെ വീരാണെങ്കിൽ ഇങ്ങനെ വിതറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉഗ്രനായിരുന്നു. SPBയെ കുറിച്ച് ഓർക്കുമ്പോഴേ അയ്യോ, അദ്ദേഹത്തിൻ്റെ എത്ര പാട്ടുകൾ. അദ്ദേഹത്തിന് ഒരു 4 വരെയെങ്കിലും മൂളാതെ പോകുന്നത് ശരിയല്ലല്ലോ അല്ലേ? പാൽ നിലാവിലേ പവനിതൾ പൂക്കളേ, പാൽ നിലാവിലേ പവനിതൾ പൂക്കളേ, താലോലമായി പാടാമിനി ആരാരിരോ, പാൽ നിലാവിലേ പവനിതൾ പൂക്കളേ. പെട്ടെന്ന് ഓർമ്മയിലൊന്നും പാട്ട് 4 പാടിയതാ. ഈ പ്രതിഭാ റൗണ്ടിൽ അദ്ദേഹത്തിൻ്റെ പാട്ട് തന്നെ കൊണ്ടുവന്നതിന് സന്തോഷം. ഈ കൊണ്ടുവന്ന് വരിക മാത്രമല്ല, വളരെ മനോഹരമായിട്ട് പാടി. ഷഹീർ നേരത്തെ റൗണ്ടിൽ പാടിയ ആളല്ല, ആൾ മാറി. ഇതിൻ്റെ അപ്പുറം ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കും, അത് ഇനിയും കൊണ്ട് തരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു അൻവർക്ക, താങ്ക് യു സോ മച്ച്. അത്യാവശ്യം നല്ല കമന്റ്സ് ഒക്കെ കിട്ടിയല്ലേ? എനിക്ക് ഈ പാട്ടിനെ കുറിച്ച് പ്രത്യേകിച്ച് ഓർമ്മ വന്നൊരു കാര്യം, കൈരളി TVയുടെ ഒരുപാട് ഷോസിൽ SPB സാർ അതിഥിയായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ അതേ നമ്മളെ വിട്ടകന്ന് പോകുന്നതിന് മുൻപായിട്ട് ഇഷൽ ലൈല എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഷോ ഉണ്ടായിരുന്നു. ആ ഷോയിൽ വെച്ച് നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. അത് ആദരിക്കപ്പെട്ട സമയത്ത് അദ്ദേഹം നമുക്കൊരു വാക്ക് പറഞ്ഞിരുന്നു. അടുത്ത കൈരളിയുടെ വേദിയിലേക്ക് വരുമ്പോൾ ഈ പാട്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ പാടിത്തരാം എന്നൊരു വാക്ക് നമ്മളോട് പറഞ്ഞിരുന്നു. നിർഭാഗ്യവശാൽ നമുക്ക് അതിനുള്ളൊരു അങ്ങനെ കേൾക്കാനൊരു ഭാഗ്യം ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ ഷഹീർ ഈ പാട്ടെടുത്ത് പാടിയപ്പോൾ എനിക്ക് തോന്നി ഈ സന്ദർഭത്തിൽ അത് പറയണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഒരു നിമിത്തം പോലെ ആ പാട്ട് തന്നെ നമുക്ക് കൈരളിയുടെ ഈ ഒരു വേദിയിൽ വെച്ച് പാടാൻ സാധിച്ചത്. അത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ പാട്ടിൻ്റെ പിന്നിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു വരുമായിരുന്നു. സജില, SPB സർ പോലത്തെ ലെജൻഡിൻ്റെ സോങ് ഒക്കെ എടുത്ത് പാടണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം കഴിവുള്ള കുട്ടികൾക്ക് തന്നെയേ പറ്റുള്ളൂ. ഒരു ധൈര്യം വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലെജൻഡിൻ്റെ സോങ് എടുക്കുമ്പം അയ്യോ അത് നമുക്ക് പാടാൻ പറ്റുമോ അല്ലെങ്കിൽ പാടണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ കഴിവ് മനസ്സിലാക്കിയെടുത്താലേ പറ്റുള്ളൂ. അപ്പം ഷഹീർ ഈ ഒരു സോങ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷഹീറിന് അറിയാം ഷഹീറിന് പാടാൻ പറ്റും അല്ലേ? ഷഹീറിൻ്റെ കഴിവിനെ കുറിച്ച് ഷഹീറിന് അത്യാവശ്യം ബോധമുണ്ട്. അതുപോലെ തന്നെ ഷഹീർ കഴിഞ്ഞ പാട്ടിനെക്കാട്ടും എത്രയോ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഈ ഒരു സോങ്ങിൽ. നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വിരുദ്ധം തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നിയോ കുറച്ച് മീൻസ് ഒരു ചെറുതായിട്ടൊന്നാ ഒരു കൺട്രോൾഡ് ആയിരുന്നില്ല ഫസ്റ്റത്തെ വിരുദ്ധം. എനിക്ക് തോന്നുന്ന ആ ഒരു ബേസ് റേഞ്ച് ഷെയറിനൊരു കൺട്രോളിങ് കുറവുണ്ട്. അതൊന്ന് നന്നായിട്ട് ബേസ് റേഞ്ച് ഒന്ന് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തോട്ടോ. കാരണം പിന്നെ ഒന്ന് പാട്ടിലേക്ക് വന്നപ്പോൾ ഓക്കെ ആയി. എന്തായാലും അടിപൊളിയായിട്ട് പാടി കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സജ്ല, താങ്ക് യു സോ മച്ച്. താങ്ക് യു ജഡ്ജസ്. നമുക്ക് മാർക്സ് ചോദിക്കാം അല്ലേ? അൻവർക്ക, ഔട്ട് ഓഫ് 40 എത്ര മാർക്സ് ആണ് ഷഹീറിന് നമ്മൾ കൊടുക്കുന്നത്? 38.5. താങ്ക് യു സോ മച്ച് അൻവർക്ക. 38.5 നല്ല മാർക്സ് അല്ലേ? സജ്ല,
SAME. താങ്ക് യു സജില, താങ്ക് യു സോ മച്ച്. 38.5 മാർക്ക് തന്നെ സജിലയും തന്നിട്ടുണ്ട്. സോ ടോട്ടൽ സ്കോർ ഔട്ട് ഓഫ് 80 77 മാർക്കാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഇനി ഷഹീറിനൊരു 20 മാർക്സ് കൂടിയുണ്ട്. ആ മാർക്സ് നൽകേണ്ടത് നമ്മൾ പ്രേക്ഷകരാണ് അല്ലെ? അപ്പൊ നന്നായിട്ട് ആ മാർക്ക് കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നോക്കാം, നമുക്ക് പ്രേക്ഷകരുടെ ചോയ്സ് ആണ് ഷഹീറിന് ഈ പെർഫോമൻസിന് എത്ര മാർക്സ് കൊടുക്കാമെന്നുള്ളത്. 20 നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നല്ല മാർക്സ് അതിൽ സ്കോർ ചെയ്യാൻ പറ്റട്ടെ. പ്രേക്ഷകർക്ക് നൽകാവുന്ന പരമാവധി മാർക്ക് 20. മത്സരാർത്ഥിയുടെ പേരിനൊപ്പം മാർക്കും രേഖപ്പെടുത്തി നാളെ വൈകിട്ട് 7 മണിക്ക് മുൻപ് താഴെ പറയുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. അപ്പൊ അടുത്ത റൗണ്ടിൽ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസുകളായിട്ട് കാണാം. ഗുഡ് ലക്ക്. ഇംപെക്സ് വട്ടുറുമാലിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് താളമേളങ്ങളുടെ അകമ്പടിയോട് കൂടി തന്നെ ഇശൽ മെഹന്തി റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ വളരെ പ്രിയപ്പെട്ട എറണാകുളത്ത് നിന്നും എത്തിച്ചേർന്നിരിക്കുന്ന ഫാത്തിമത്തുൽ അനസ്. അനന്ത്, അതെ, നമുക്ക് പലതരത്തിലുള്ള പാട്ടുകൾ പാടേണ്ടി വരും ഒരു റിയാലിറ്റി ഷോയിൽ വരുമ്പോൾ. എന്നാൽ പേഴ്സണൽ ഫേവറേറ്റ് ലിസ്റ്റിൽ എങ്ങനെയുള്ള പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം? മെലഡിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മെലഡിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇപ്പൊ നമ്മൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ടല്ല ഇശൽ മെഹന്തിയിൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഏത് പാട്ടാ? കുടമുല്ലച്ചിരിയുള്ള അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്, പോപ്പുലർ ആയിട്ടുള്ള പാട്ടാണ്. അതുകൊണ്ട് തന്നെ നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത് പാടാൻ പറ്റട്ടെ. ഓക്കെ, ഗുഡ് ലക്ക്. താങ്ക് യു. ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതു പുതു മണവാട്ടി നിന്റെ അരിമുല്ലക്കിനാവിലെ അഴകേറും പുതുമാരൻ ഇതാ 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 വരുന്നേ പെണ്ണേ ഇതാ 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 വരുന്നേ. കുടമുല്ല ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതു പുതു മണവാട്ടി നിന്റെ അരിമുല്ലക്കിനാവിലെ അഴകേറും പുതുമാരൻ ഇതാ 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 വരുന്നേ പെണ്ണേ ഇതാ 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 വരുന്നേ. പനിനീരിൻ മണമുള്ള 16 പരുവം മലരൊളി രാവിന്റെ പാലൂറും പുളകം പൊന്മാരി പെയ്യുന്ന പൂമലർമേയിൽ കുളിരു തളിർക്കുന്നേ പെണ്ണേ തളിരു വിരിക്കുന്നേ. കുടമുല്ല ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതു പുതു മണവാട്ടി നിന്റെ അരിമുല്ലക്കിനാവിലെ അഴകേറും പുതുമാരൻ ഇതാ 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 വരുന്നേ പെണ്ണേ ഇതാ 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 വരുന്നേ. മയിലാഞ്ചിക്കരങ്ങളിൽ പൊൻവളയണിഞ്ഞ് നവരത്നം പതിച്ചുള്ള കമ്മലും തിളങ്ങി മദനപ്പൂ മണിമാറും കനകത്താൽ നിറഞ്ഞ് പുതുമയിലെങ്കും നീ പെണ്ണേ പളപള മിന്നും നീ. കുടമുല്ല ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതു പുതു മണവാട്ടി നിന്റെ അരിമുല്ലക്കിനാവിലെ അഴകേറും പുതുമാരൻ ഇതാ 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 വരുന്നേ പെണ്ണേ ഇതാ 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 വരുന്നേ. പരൽ മീൻ പിടയുന്ന മൈക്കണ്ണിൽ രണ്ടും പശമയിൽ കരിമഷ എഴുതിയ പെണ്ണ് കരുവണ്ടി നിറമൊത്ത കുനുകുന്തൽ മീനുക്കി കഥക് തുറക്കുന്നേ മണിയറ വാതിൽ തുറക്കുന്നേ. കുടമുല്ല ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതു പുതു മണവാട്ടി നിന്റെ അരിമുല്ലക്കിനാവിലെ അഴകേറും പുതുമാരൻ
ഇതാ 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 വരുന്നേ പെണ്ണേ ഇതാ 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 വരുന്നേ മഴവില്ല് തിരളുന്ന മണിയറക്കുള്ളിൽ മണിമാരം തിരയുന്ന മണിമഞ്ചം തന്നിൽ മാതളം തുലയുന്ന മെയ്യാറിൻ ചാരി മരനിറങ്ങും നീ പെണ്ണേ നാണം കുണുങ്ങും നീ കുടമുള്ള ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതു പുതു മണവാട്ടി നിന്റെ അരമുല്ല കിനാവിലെ അഴകേറും പുതുമാരൻ ഇതാ 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 വരുന്നേ പെണ്ണേ ഇതാ 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 വരുന്നേ കുടമുള്ള ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതു പുതു മണവാട്ടി നിന്റെ അരമുല്ല കിനാവിലെ അഴകേറും പുതുമാരൻ ഇതാ 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 വരുന്നേ പെണ്ണേ ഇതാ 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 വരുന്നേ. താങ്ക് യു. അനൻ ഓ അനൻ ഈ പാട്ട് പട്ടുറുമാലിന്റെ ഈ ഒരു എപ്പിസോഡിൽ പാടിയപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ കുറേ പേരുണ്ടാവും. കേരളത്തിലും പുറത്തും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് പ്രേക്ഷകരുണ്ട്. അപ്പോൾ കുറേ പേരെങ്കിലും അനന്റെ കൂടെ അറിയാതെ പാടിപ്പോയിട്ടുണ്ടാവും. അതുപോലൊരു പാട്ടാണ് ഇത്. അത്ര ഹിറ്റായിട്ടുള്ള ഒരു പാട്ടാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കമന്റ് ആദ്യം ഞാൻ സജില ശരിയാണ്. അനൻ പാടുമ്പോൾ എനിക്ക് വന്ന എല്ലാ ഓഡിയൻസും ഇങ്ങനെ കൂടെ പാടുന്നുണ്ടാവും. കാരണം അത്രക്കും ഹിറ്റായിട്ടുള്ള ഒരു സോങ്ങിൽ ഒന്നാണ് കുടമുല്ല ചിരിയുള്ള. എല്ലാ സ്റ്റേജ് ഷോസിലും പാടുന്ന ഒരു പാട്ടാണ്. എല്ലാവരും ചെയിൻ സോങ്ങിലാണെങ്കിലും ഈ ഒരു പാട്ടും മധുവർണ പൂവല്ലേ അതെല്ലാം പോലത്തെ പാട്ടുകൾ ഇല്ലാണ്ടില്ല സ്റ്റേജ് ഷോ. അപ്പം എനിക്ക് തോന്നുന്നത് അനൻ പാടിയിട്ടുണ്ട്, പക്ഷെ ഒരു സേഫ് ആയിട്ടുള്ളൊരു സോങ് സെലക്ഷൻ ആണോ എന്നുള്ളൊരു ഡൗട്ട്. മോളി പാടിയ സോങ് മോശമാണെന്നല്ല കേട്ടോ, നല്ല സോങ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സോങ് ആണ്. പക്ഷെ ഒരു കോമ്പറ്റീഷനിൽ വരുമ്പോൾ നമുക്ക് മോളെക്കാട്ടിയും ഈ ഒരു മെഹന്തി റൗണ്ടിൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് കൂടുതൽ കഴിവ് തെളിയിക്കുന്ന സോങ്സ് കൊണ്ടുവന്നാൽ മോൾക്ക് എന്താ വിഷമം വരാ? മോള് കുറച്ച് താണു പോകും അല്ലേ? മോളുടെ കഴിവ് കൂടുതലും കാണിക്കാൻ പറ്റിയിട്ടില്ല എന്ന് വരും. ആ ഒരു ചാൻസ് മോൾക്ക് മിസ്സായി പോകും. അങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ട്. ഓവറോൾ കേൾക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. താങ്ക് യു സജില, താങ്ക് യു സോ മച്ച്. അപ്പോൾ അത്യാവശ്യം നല്ല കമന്റ്സ് ഒക്കെ കിട്ടി. നമുക്ക് അൻവർക്കയോട് ചോദിച്ചോക്കാം. അൻവർക്ക, മക്കൾ പാടിയതില്ലേ ഒരക്ഷരം പോലും ആർക്കും മനസ്സിലാകാതിരിക്കില്ല. മക്കളുടെ അക്ഷരസ്ഫുടത ഭയങ്കരമായിരുന്നു. താങ്ക് യു. വല്ല അക്ഷരങ്ങൾ എടുത്തു വെച്ചണക്കാ മക്കൾ പാടിയത്. കുടമുല്ല ചിരിയുള്ള കുയിലിൻ്റെ സ്വരമുള്ള അങ്ങനെ പാടി. ഈ ഡാ വരുന്ന സ്ഥലമൊക്കെ ഒരു പരൽമീൻ പിടയുന്നിട്ട് ഡായൊക്കെ ടക്കട്ടിക്കിട്ടം പട്ടിക്കെന്ന് പറഞ്ഞുള്ള ആ ഒരു അക്ഷരങ്ങൾ നല്ല സ്ഫുടമാക്കിയാണ്. ഒരക്ഷരം പോലും ആർക്കും മനസ്സിലാകാതിരിക്കില്ല. കുറച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പാട്ടുകൾ എടുക്കണം. പറഞ്ഞിരുന്ന മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. ഹാപ്പി അല്ലേ? ഓക്കെ. താങ്ക് യു അൻവർക്ക, താങ്ക് യു സോ മച്ച്. അപ്പൊ താങ്ക് യു ജഡ്ജസ്. കമന്റ്സ് ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. മാർക്സ് ചോദിക്കട്ടെ? ചോദിക്കാം. അപ്പോൾ അൻവർക്ക, ഔട്ട് ഓഫ് 40 എത്ര മാർക്സ് ആണ് നമ്മൾ അലന് കൊടുക്കുന്നത്? 40-ൽ 36. 36. താങ്ക് യു. 36 ഔട്ട് ഓഫ് 40. സജില 35. 35 ഔട്ട് ഓഫ് 40, 35. അപ്പോൾ ടോട്ടൽ സ്കോർ 71. 80-ൽ 71 മാർക്സ് ആണ് ഹനന്റെ ഈ പെർഫോമൻസിന് കിട്ടിയിരിക്കുന്നത്. താങ്ക് യു. ഇനി ഒരു താങ്ക്സ് കൂടി നമുക്ക് പറയേണ്ടി വരും. ആർക്കാന്നറിയോ? നമ്മുടെ പ്രേക്ഷകർക്ക്. ബിക്കോസ് 20 മാർക്കിൽ പ്രേക്ഷകരാണ് എത്ര മാർക്ക് അനന് തരണം എന്നുള്ള ഡിസിഷൻ എടുക്കാൻ പോകുന്നത്. അപ്പൊ അത് നല്ലൊരു മാർക്കായി മാറട്ടെ. പ്രേക്ഷകർക്ക് നൽകാവുന്ന പരമാവധി മാർക്ക് 20. മത്സരാർത്ഥിയുടെ പേരിനൊപ്പം മാർക്കും രേഖപ്പെടുത്തി നാളെ വൈകിട്ട് 7 മണിക്ക് മുൻപ് താഴെ പറയുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. ഇംപാക്ട് പട്ടുറുമാലിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ആരാണ് എന്നറിയാനുള്ള സമയമാണ്. ആക്ച്വലി ഇവർ 3 പേരും അവരുടേതായിട്ടുള്ള ഒരു ബെസ്റ്റ് പെർഫോമൻസ് ട്രൈ ചെയ്ത ഒരു എപ്പിസോഡ് കൂടിയാണിത്. എന്നാലും സജില, നമുക്കൊരു സമ്മാനമേ ഉള്ളൂ. ടെൻറ്റോ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഈ സമ്മാനം നൽകാനായി സജിലയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ബിക്കോസ് അത് ഷഹീറിനാണ് ഈ എപ്പിസോഡിൽ കിട്ടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. 77 മാർക്സ് ആണ് ഷഹീറിന്റെ ഈ പെർഫോമൻസിന് ജഡ്ജസ് നൽകിയത്. കൺഗ്രാറ്റുലേഷൻസ്. ടെൻറ്റോ സ്പോൺസർ ചെയ്തിരിക്കുന്ന സമ്മാനമാണ് നമ്മൾ കൊടുത്തത്. ഹാപ്പി അല്ലേ? ഇംപാക്ട് പട്ടുറുമാലിന്റെ ഓരോ എപ്പിസോഡുകളിലും പ്രേക്ഷകർ കാത്തിരിക്കുന്ന പുതിയ പുതിയ എക്സ്പീരിയൻസുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും കാത്തിരിക്കുന്ന ഇശലുകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. എല്ലാവർക്കും ചേർന്നൊരു ബൈ പറയാം അല്ലേ? ബൈ.
പട്ടുറുമാൽ വിജയികളെ കാത്തിരിക്കുന്നു ഫോർവിഷ് മാട്രസ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആരോഗ്യകരമായ ഉറക്കത്തിന് ഫോർവിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ്. Orchestra and Remija's costume courtesy. Remy's The Style Makers. Gift courtesy. 10-2 cookware and LD leggings. Manufacturing all types of bottom set for women.